അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാനിന്ന് നിങ്ങൾക്കൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യം എങ്ങനെയൊക്കെയും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന്. അത് ഈ ഫോൺ ഉപയോഗിക്കണം, ആൻഡ്രോയിഡോ ഐഫോണോ ആരാച്ചും ഉപയോഗിക്കണ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു തൊണ്ടവേദന ഉണ്ട്, അതിങ്ങോട്ട് കാര്യമാക്കണ്ട. ഞാനൊരു ആപ്പ് എഴുതിയിട്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡ് തന്നെ ആക്കുന്നത്. കുറച്ച് തൊണ്ടവേദന ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ വീഡിയോ മാത്രം ശ്രമിക്കാം. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക. തൊണ്ടവേദന കഴിച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ഒന്ന് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് AZ അടിച്ചു കൊടുത്താൽ മേലത്തെ ഒരു ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ഇട്ടിട്ട് പിന്നെ ഒരു S അടിച്ചു കൊടുത്താൽ അപ്പോഴും നിങ്ങൾക്ക് മേലെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷൻ നിൽക്കുക. എനിക്കതിന് രണ്ടാമത്തെ ഓപ്ഷൻ ആക്കിയതിനാൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് പോകണം. ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരത്തെ ഇൻ്റർഫേസ് ഒക്കെ കാണാതിരിക്കുന്നുണ്ടാവുക. നിങ്ങൾ നേരെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു സാധനം ഓണാക്കാൻ പറയാം. നിങ്ങൾ ഓണാക്കണം. എലൗമൺ ആക്കി കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് അങ്ങനത്തെ ആപ്പുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ആപ്പുകൾ നാലാമത്തെ അഞ്ചാമത്തായിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് ആപ്പ് കാണാൻ പറ്റും. ആ ആപ്പ് നേരെ ഓണാക്കിയിട്ട് നമ്മൾ ബാക്കടിക്കാൻ പറയുമ്പോൾ ആ വട്ടത്തുമ്മല്ല നിൽക്കുന്നത്. വട്ടത്തുമ്മ റൈറ്റ് സൈഡിലില്ല സാധാ ബാക്കടിക്കൂലേ, ആ ബാക്കടിക്കുമ്പോൾ ഒറ്റ വട്ടം നിൽക്കുക. നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൻ്റെ മാതിരി ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ആ വട്ടത്തുമ്മ നിൽക്കിയിട്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൻ്റെ മാതിരി സൈഡിൽ നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് റെക്കോർഡിൻ്റെ ചിഹ്നം കാണാൻ പറ്റുന്നുണ്ടാവും. ആപ്പിൻ്റെ ചിഹ്നം കാണാൻ പറ്റുന്നുണ്ട്. ആ ആപ്പ് മണക്കിയിട്ട് ഏറ്റവും മേലായിട്ട് റെക്കോർഡിങ്ങിൻ്റെ ചിഹ്നം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡിൻ്റെ ചിഹ്നത്തുമ്പോൾ നിൽക്കുക. നിൽക്കി കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 3 സെക്കൻഡ് ടൈം തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും ആ സ്ക്രീൻ റെക്കോർഡ് ആവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നമ്മളെ വീഡിയോ. അപ്പോൾ ബൈ.